വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആവശ്യമായ സാധനങ്ങൾ: അരി 2 ഗ്ലാസ്, മല്ലിയില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 2 ടീസ്പൂൺ, സബോള 1 എണ്ണം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, കരയാമ്പൂ 7 എണ്ണം, ഏലക്കായ 4 എണ്ണം, പട്ട ഏകദേശം 3 ഇഞ്ച് നീളത്തിലുള്ളത്. ഇതിനു വേണ്ടി 2 ഗ്ലാസ് കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റി വയ്ക്കണം. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് മസാലകളെല്ലാം ചേർത്ത് വഴറ്റുക. തുടർന്ന് സബോള ഇട്ട് വഴറ്റുക. ഇതിലേക്ക് വെള്ളം വാർന്ന അരിയിട്ട് ഒന്നുകൂടി വഴറ്റണം. 10 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. തിള വന്നു തുടങ്ങിയാൽ തീ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടി മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. മല്ലിയില, നെയ്യിൽ വറുത്ത മുന്തിരി എന്നിവ ഇട്ടതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിവെക്കുക. വളരെ രുചികരമായ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനായി സ്വാദിഷ്ടമായ ബീഫ് കറി കൂടി നമുക്കൊന്ന് ഉണ്ടാക്കാം. ഇതിനായി ആവശ്യമായ സാധനങ്ങൾ: മുളക് പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിയില 5 തണ്ട്, കറിവേപ്പില ആവശ്യത്തിന്, സബോള 4 എണ്ണം, തക്കാളി 2 എണ്ണം, വെളുത്തുള്ളി 25 ചെറിയ അല്ലി, ഇഞ്ചി 5 ചെറിയ കഷ്ണം, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. ഇതിനായി 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. സബോള, തക്കാളി എന്നിവ ചെറുതായി അരിഞ്ഞു വെക്കണം. പാനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് വഴറ്റണം. മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചക്കുത്തെല്ലാം മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ചു നേരം വഴറ്റിയതിന് ശേഷം മസാല ബീഫിലിടുക. തുടർന്ന് 1 കപ്പ് വെള്ളവും അല്പം കറിവേപ്പിലയും ഇട്ട് കുക്കറിൽ അടച്ചു വേവിക്കുക. നാല് വിസിൽ അടിച്ചതിന് ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. തുടർന്ന് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് സബോളയും വേപ്പിലയും ഇട്ട് വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ച് പേസ്റ്റ് ആക്കിയത് ഇട്ട് ഒന്നുകൂടി വഴറ്റുക. പത്ത് മിനിറ്റ് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് ഒന്നുകൂടി വഴറ്റുക. തക്കാളി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ട് ഒന്നുകൂടി വഴറ്റണം.
അതിനുശേഷം കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. ചാറ് കുറുകി വന്നാൽ ഇറക്കി വെച്ച് മല്ലിയില ഇടുക. നല്ല സ്വാദിഷ്ടമായ ചൂടുള്ള ബീഫ് കറിയും നെയ്ച്ചോറും തയ്യാറായിട്ടുണ്ട്.